രാമചന്ദ്രാഭിഷേകം ശ്രീരാമചന്ദ്രാഭിഷേകം സീതയാ സഹിത രാമചന്ദ്ര രഘുവീരരാജ്യാഭിഷേകം ശ്രീനീലകണ്ഠാഭിഷേകം ആഞ്ജനേയ പരിസേവ്യൻ ധീരഭരതാഭിപൂജ്യൻ വീരലക്ഷ്മണ കുമാര ശത്രുഘ്ന സോദരാർച്ചിത പദാബ്ജൻ ശ്രീനീലകണ്ഠ ഹൃദയേശൻ രാമചന്ദ്രാഭിഷേകം ശ്രീരാമചന്ദ്രാഭിഷേകം. ഇനി ഉപദ്രവിക്കാൻ ശേഷിയില്ല, അതുകൊണ്ട് ഇനി അവരാരും ഭയക്കില്ല. രാവണന്റെ മനഃശാസ്ത്രം, അതേപോലെ ഇതേ പ്രകാരത്തിലുള്ളതായ ദുഷ്ടബുദ്ധികളുടെ മനഃശാസ്ത്രം വളരെ വ്യക്തമാണ്. അവരെ എല്ലാവരും ഭയത്തോടു കൂടിയിട്ട് അംഗീകരിച്ച് എപ്പോഴും നമസ്കരിച്ച് അവരുടെ ആജ്ഞകളെല്ലാം അനുസരിച്ച് കഴിഞ്ഞു കൊള്ളണം. അപ്പോഴാണ് അവർ കേമൻ ആണ് എന്ന് അവർക്ക് തന്നെ ബോധ്യാവുക. അതായിരുന്നു ഇതുവരെ അവർ ചെയ്തുകൊണ്ടിരുന്നത്. ഇനിയൊന്നും നടക്കില്ല. അതിലാണ് രാവണന്റെ ദുഃഖം. ഇനി ഇതിന്റെ കാരണമോ? അത് ജാനകിയെ മോഷ്ടിച്ചതല്ല കാരണം, ജാനകിയാണ് കാരണം. ഇതാണ് രാവണന്റെ വ്യാഖ്യാനം. അതുകൊണ്ട് ജാനകിയെ കൊന്നിട്ട് തന്നെ രാവണൻ വാളുമെടുത്ത് നേരെ അശോകവനത്തിലേക്ക് പുറപ്പെടുകയാണ്. അങ്ങോട്ട് പോകുമ്പോഴേക്കും ബുദ്ധിമാനായ സുപാർശ്വൻ, നയജ്ഞൻ, അത്യുത്തമൻ, കർബുരസത്തമൻ, വൃതവാൻ സുപാർശ്വൻ, അദ്ദേഹം രാവണന്റെ മന്ത്രിമാരിൽ ഒരാളാണ്. രാവണന്റെ അമ്മാവനാണ് മുറയ്ക്ക്. അനേകം അമ്മാവന്മാരുണ്ട് കൂടെ ഇതേപോലെ മന്ത്രിമാരായിട്ട്. പ്രഹസ്തൻ, സർവ്വസൈന്യാധിപൻ രാവണന്റെ അമ്മാവനാണ്. ആ സുപാർശ്വൻ രാവണന്റെ കൂടെ വന്ന് രാവണൻ അതിക്രമം പ്രവർത്തിക്കാൻ പോവാണ്. ആ അതിക്രമം മൂലം രാവണന്റെ യശസ് എന്നേക്കുമായി നഷ്ടപ്പെടും. ഇപ്പോ ഇതുവരെയുള്ള സംഭവങ്ങളിലൂടെ രാവണന്റേതായിട്ടുള്ള എല്ലാ ശക്തിയും ക്ഷയിച്ചു. ഇനി ആകെയുള്ളത് യശസ്സാണ്. അതും കൂടി ഇല്ലാതാകും സീതയെ കൊന്നുകഴിഞ്ഞാൽ. സ്ത്രീവധം ഏറ്റവും നിഷിദ്ധം. അതുകൊണ്ട് സുപാർശ്വൻ കൂടെ പോയി. എന്നിട്ട് രാവണനോട് പറഞ്ഞു, സുപാർശ്വന് പറയാം, പറഞ്ഞാൽ രാവണൻ ശ്രദ്ധിക്കും. ബ്രഹ്മകുലത്തിൽ ജനിച്ച ഭവാനിഹ നിർമ്മലനെന്നു ജഗത്രയ സമ്മതം. അങ്ങ് ബ്രാഹ്മണ വംശത്തിൽ ജനിച്ചവനാണ്. ലോകത്തുള്ള ഒരൊറ്റ ബ്രാഹ്മണനും അങ്ങയുടെ ആ കുലീനത അവകാശപ്പെടാനില്ല. അങ്ങ് ബ്രഹ്മാവിന്റെ മകൻ പുലസ്ത്യൻ, പുലസ്ത്യന്റെ മകൻ വിശ്രവസ്, വിശ്രവസിന്റെ മകൻ അല്ലയോ രാവണ. അങ്ങ് അത്ര സമുന്നതമായ ബ്രഹ്മകുലം, ബ്രഹ്മാവിന്റെ വംശത്തിൽ പിറന്നവനാണ് അങ്ങ്. അങ്ങനെ ബ്രാഹ്മണരിൽ വെച്ചിട്ട് അതിശ്രേഷ്ഠനാണ് അങ്ങ് എന്ന് ലോകം മുഴുവൻ അംഗീകരിച്ചിരിക്കുന്നു. എല്ലാവർക്കും സമ്മതമാണ്. അങ്ങയുടെ ഗുണഗണങ്ങൾ വർണ്ണിക്കാൻ വേണ്ടിയിട്ട് 1000 നാവുള്ള അനന്തന് പോലും ശേഷിയില്ല. അങ്ങ് സാക്ഷാൽ മഹാദേവന്റെ ഭക്തന്മാരുടെ കൂട്ടത്തിൽ വെച്ചിട്ട്, സേവകന്മാരുടെ കൂട്ടത്തിൽ വെച്ചിട്ട് വളരെ പ്രധാനപ്പെട്ടയാളാണ്. കുബേരന്റെ സഹോദരനാണ്. അങ്ങയുടെ ജ്യേഷ്ഠനാണല്ലോ കുബേരൻ, വൈശ്രവണൻ. അദ്ദേഹം പൗലസ്ത്യനാണല്ലോ. പുലസ്ത്യന്റെ മകൻ വിശ്രവസിന്റെ മകനാണല്ലോ ഈ വൈശ്രവണൻ. അങ്ങനെ അങ്ങേപോലെ ഈ കുലീനമായ വംശത്തിൽ പറഞ്ഞ കുബേരൻ, ധനത്തിന്റെ അധിപതിയായ ദേവത, വടക്കേ ദിക്കിന്റെ പാലകനായിരിക്കുന്ന ദേവത, അദ്ദേഹം അങ്ങയുടെ ജ്യേഷ്ഠനാണ്. അങ്ങാകട്ടെ ത്രൈലോക്യവന്ധ്യനാം പുണ്യജനാധിപൻ. അങ്ങ് പുണ്യജനാധിപനാണ്. രാക്ഷസന്മാരുടെ മുഴുവൻ അധിപനാണ്, ചക്രവർത്തിയാണ്. 3 ലോകങ്ങളും അങ്ങയെ വന്ദിക്കുന്നു, ആദരിക്കുന്നു. ഇത് മാത്രമല്ല, ഒരു മഹാത്ഭുതമുണ്ട്. അങ്ങ് സാമവേദം നന്നായി ഗ്രഹിച്ചയാളാണ്. വേദങ്ങളിൽ വെച്ചിട്ട് അത്യുത്തമം സാമമാണ് എന്ന് നമ്മൾക്ക് അറിയാം. ഭഗവാന്റെ വിഭൂതികളുടെ കണക്കെടുക്കുമ്പോഴേക്കും വേദങ്ങളുടെ കൂട്ടത്തിൽ സാമമാണ് ഭഗവാന്റെ വിഭൂതി. ആ സാമവേദം നന്നായി അറിയുന്ന സാമവേദജ്ഞനാണങ്ങ്. അങ്ങനെയുള്ള അങ്ങ് സമസ്ത വിദ്യാലയൻ, മുഴുവൻ അറിവും അങ്ങയിൽ കുടികൊള്ളുന്നു. ആ അറിവുകളുടെ എല്ലാം നികേതമാണങ്ങ്. ജിതേന്ദ്രിയൻ. ഇങ്ങനെയൊക്കെയുള്ളതായ അങ്ങ് സ്ത്രീവധമാകിയ കർമ്മത്തിനാശു നീ
ഭാവിച്ചതും തവ ദുഷ്കീർത്തിവർദ്ധനം. സ്ത്രീയെ കൊല്ലുക എന്നുള്ള നിന്ദ്യമായ നീചമായ കർമ്മത്തിന് വേണ്ടിയിട്ട് ഭാവിച്ചത് ഏറ്റവും ഹീനമായി പോയി. അത് നിന്റെ പേരിനെ ഇല്ലാതാക്കും, നിന്റെ ദുഷ്കീർത്തിയെ വർദ്ധിപ്പിക്കും. ദുഷ്കീർത്തി വർദ്ധനം, ദുഷ്കീർത്തിയെ വർദ്ധിപ്പിക്കും. ആ വാക്കിൻ്റെ പ്രയോഗം തന്നെ വളരെയേറെ അർത്ഥവത്താണ്. കുറേ ദുഷ്കീർത്തി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് നീ ഇതിനിടയ്ക്ക്. ഈ ലോകത്തിൽ പലയിടങ്ങളിൽ നിന്നിട്ടും സ്ത്രീകളെ നീ അപഹരിച്ച് ഈ ലങ്കയിൽ കൊണ്ടുവന്നിട്ടുണ്ട്. സീതയെയും അപഹരിച്ചു കൊണ്ടുവന്നു. അങ്ങനെ കുറേ ദുഷ്കീർത്തി നീ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ആ ദുഷ്കീർത്തികൾ വീണ്ടും വർദ്ധിക്കും നീ സ്ത്രീയെ കൊല്ലുക കൂടി ചെയ്തു കഴിഞ്ഞാൽ. അതാണ് ദുഷ്കീർത്തി വർദ്ധനം. ദുഷ്കീർത്തി തെല്ലുമില്ലാത്ത ആളല്ല നീ, ഇഷ്ടം പോലെ ഉണ്ട്. അതിനെ വർദ്ധിപ്പിക്കും. അതുകൊണ്ട് അല്ലയോ രാക്ഷസവീര, അങ്ങ് ശ്രീരാമചന്ദ്രനുമായി യുദ്ധത്തിന് വേണ്ടി പുറപ്പെടുക. മാനവന്മാരെയും വാനരന്മാരെയും മാനേന പോർ ചെയ്ത് കൊന്നുകളഞ്ഞ് നീ തൻ്റെ ഇടത്തോടു കൂടിയിട്ട് രാമനോട് പൊരുതണം, അങ്ങനെ വാനരങ്ങളോട് പൊരുതണം, അവരെല്ലാം കൊല്ലണം. അത് കഴിഞ്ഞിട്ട് നീ ലങ്കയിലേക്ക് മടങ്ങി വന്ന് ചക്രവർത്തിയായി നിന്റെ ആഗ്രഹം പോലെ സുഖമായി വാഴുക. ഇങ്ങനെ സുപാർശ്വൻ പറയുന്നത് കേട്ടപ്പോഴേക്കും രാവണന് അത് ശരി തന്നെയാണെന്ന് തോന്നി. ആ വാക്കുകൾ കേട്ട് അല്പം ലജ്ജ രാവണനുണ്ടായി. അതുകൊണ്ട് അദ്ദേഹം ശിഷ്ടരായുള്ള നിശാചരന്മാരുമായി പുഷ്ടരോഷം പുറപ്പെട്ടതുപോരനായി രാക്ഷസന്മാരോടൊപ്പം യുദ്ധത്തിന് വേണ്ടിയിട്ട് പുറപ്പെട്ടു. പക്ഷേ അങ്ങോട്ട് ചെന്ന് വാനരങ്ങളോടും മാനവന്മാരോടും രാജകുമാരന്മാരോടും യുദ്ധത്തിന് തുടങ്ങിയപ്പോൾ തന്നെ ഭയങ്കരമായ തിരിച്ചടി. സാധിക്കുന്നില്ല. തൻ്റെ ബലപൗരുഷങ്ങളൊക്കെ നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു. പാരം മുറിഞ്ഞ് തളർന്ന് വശം കെട്ട് ധീരതയും വിട്ട് വാങ്ങി ദശാനനൻ പിന്തിരിഞ്ഞു. ശരീരമാകെ മുറിഞ്ഞ് ആകെ തളർന്ന് ലങ്കയ്ക്കുള്ളിലേക്ക് പാഞ്ഞുപോയി. അയാൾ ചിന്തിച്ചു, തൻ്റെ ബലമെല്ലാം ക്ഷയിച്ചു പോയിരിക്കുന്നു. അതിനെ വർദ്ധിപ്പിക്കണമെങ്കിൽ ഹോമം ചെയ്യണം. ഗുരുനാഥനായിരിക്കുന്ന ശുക്രാചാര്യരുടെ അടുത്ത് ചെന്നു. അദ്ദേഹത്തോട് പറഞ്ഞു തൻ്റെ അവസ്ഥകൾ. തനിക്ക് രാമനെ പരാജയപ്പെടുത്തുവാനുള്ളതായ ബലം കൈവരണം, അതിനു വേണ്ടുന്നതായ ഉപദേശം, മന്ത്രോപദേശം ചെയ്യണം. താനത് ജപിച്ച് സിദ്ധി വരുത്തുന്നുണ്ട്. ശുക്രമുനി ഉടനെ തന്നെ ഉപദേശിച്ചു അതിനു വേണ്ടുന്നതായ മന്ത്രം. ശുക്രമുനിയോട് മൂലമന്ത്രം കേട്ട് രക്ഷോ ഗണാധിപനാകിയ രാവണൻ, രാക്ഷസന്മാരുടെ ചക്രവർത്തിയായിരിക്കുന്ന രാവണൻ ആചാര്യനായ ശുക്രനിൽ നിന്നിട്ട് മൂലമന്ത്രം കേട്ടിട്ട് അത് ഹൃദയത്തിൽ ഉറപ്പിച്ച് പന്നക ലോക സമാനമായി തീർത്തത് തന്നുടെ മന്ദിരം തന്നിൽ ഗുഹാതലം, തൻ്റെ കൊട്ടാരത്തിൻ്റെ ഉള്ളിൽ പാതാളം പോലെ പാമ്പുകൾ വസിക്കുന്ന, നാഗരാജാക്കന്മാർ വസിക്കുന്ന പാതാളം പോലെ അത്ര അഗാധമായിരിക്കുന്ന, അതേപോലെ ആർക്കും കടന്നു വരാൻ കഴിയാത്തതായ ഗുഹാതലത്തെ ഉണ്ടാക്കി. എന്നിട്ട് അവശേഷിച്ച സൈന്യങ്ങളെയെല്ലാം തൻ്റെ കൊട്ടാരത്തെയും ആ രാജ്യത്തെയും ഒക്കെ രക്ഷിക്കാൻ പാകത്തിന് വിന്യസിക്കാനായിട്ടുള്ള ആജ്ഞ കൊടുത്തു. ആജ്ഞ കൊടുത്തിട്ട് ധ്യാനമുറപ്പിച്ച് തൽഫലം പ്രാർത്ഥിച്ച് മൗനവും ദീക്ഷിച്ച് ഹോമം തുടങ്ങിനാൻ. ഹോമം ആരംഭിച്ചു. വിധിപ്രകാരം അങ്ങേറ്റം ഏകാഗ്രമായ മനസ്സോടുകൂടി, ഉറച്ച മനസ്സോടുകൂടിയിട്ട് ഹോമം ആരംഭിച്ചു. രാവണന്റെ ആ ഇച്ഛാശക്തിയെ ഇളക്കാൻ ആർക്കും പറ്റൂല. ബ്രഹ്മാവിനെ തൻ്റെ ഇച്ഛാശക്തിയാൽ പണ്ട് തൻ്റെ മുന്നിൽ വരുത്തി വരം വാങ്ങിച്ച ആളാണ് രാവണൻ. അതിനുവേണ്ടിയിട്ട് തൻ്റെ ശിരസ്സുകൾ തന്നെ ഒന്നൊന്നായിട്ട് അയാൾ ഹോമിച്ചു. 9 ശിരസ്സും ഹോമിച്ച് അവസാനം അവശേഷിച്ച 10ാമത്തെ ശിരസ്സും ഹോമിക്കാൻ തുടങ്ങിയപ്പോൾ നിവൃത്തിയില്ലാത്തതുകൊണ്ട് ബ്രഹ്മാവ് മുന്നിൽ വരേണ്ടി വന്നു. അതാണ് രാവണന്റെ ഇച്ഛാശക്തി. അങ്ങനെയുള്ള രാവണൻ മറ്റൊരു മാർഗവുമില്ല ഇനി. ആ ഇച്ഛാശക്തി കൊണ്ട് മാത്രമേ പറ്റൂ. ഏകാഗ്രമായിട്ട് ഹോമം നിർവിഘ്നമായി നടത്തുക. അതിനു വേണ്ടിയിട്ട് രാവണൻ ആരംഭിച്ചു. അപ്പോൾ വ്യോമമാർഗത്തോളം ഉദ്ധിതമായൊരു ഹോമധൂപം കണ്ട് രാവണസോദരൻ വളരെയേറെ ശ്രദ്ധിക്കുന്നുണ്ട്. വാനരപ്പടയും രാമനും ഒക്കെ
വിഭീഷണൻ അങ്ങേയറ്റം ശ്രദ്ധയോടുകൂടി എല്ലാം ഓരോ സൂക്ഷ്മചലനവും രാക്ഷസന്മാരുടെ ഓരോ സൂക്ഷ്മചലനവും വീക്ഷിക്കുന്നുണ്ട്. ആ ചലനത്തിൽ നിന്നിട്ട് വിഭീഷണന് കാര്യങ്ങൾ മനസ്സിലാകും. ലങ്കയ്ക്കുള്ളിൽ നിന്ന് ഹോമധൂപം പുക മുകളിലേക്ക് ഉയരുന്നത് കണ്ടു. അത് ഹോമധൂപമാണ് എന്ന് വിഭീഷണൻ അറിഞ്ഞു. എന്നിട്ട് രാമചന്ദ്രന് കാണിച്ചു കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, ഹോമം തുടങ്ങി ദശാനൻ മന്നവ. അല്ലയോ രാജാവേ, രാവണൻ ഹോമം തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. അത് പൂർണ്ണമായി കഴിഞ്ഞാൽ നമുക്കവനെ തോൽപ്പിക്കാനാവില്ല. ആ പ്രകാരത്തിലുള്ളതായ സിദ്ധിവിശേഷങ്ങൾ അവന് ലഭിക്കും ആ ഹോമത്തിൽ നിന്നിട്ട്. അതുകൊണ്ട് ഹോമം മുടക്കുവാനായി അയച്ചിടുക സമോദമാശു കപികുല വീരരെ. വാനരവീരന്മാരെ ഉടനെ തന്നെ അങ്ങ് ആജ്ഞയും നൽകി അയക്കണം. എത്രയും വേഗം ഹോമം മുടക്കണം. അങ്ങനെ വിഭീഷണൻ വസ്തുസ്ഥിതി ചെയ്യേണ്ടതായിട്ടുള്ള കാര്യം രാമനെ അറിയിക്കുമ്പോൾ രാമൻ ഉടനെ തന്നെ സുഗ്രീവനോട് പറഞ്ഞു, വാനരന്മാരെ ലങ്കാപുരിക്കുള്ളിലേക്ക് രാവണന്റെ ഹോമം മുടക്കാൻ അയക്കാൻ. ശ്രീരാമ സുഗ്രീവ ശാസനം കൈക്കൊണ്ട് മാരുതപുത്രാംഗതാദികളൊക്കവേ. ശ്രീരാമചന്ദ്രന്റെയും സുഗ്രീവന്റെയും ശാസനം കൈക്കൊണ്ട് വാനരങ്ങളെല്ലാം പുറപ്പെടുകയാണ്. അവർക്ക് നേതൃത്വമായിട്ട് ആഞ്ജനേയനുണ്ട്, അംഗദനുണ്ട്. വാനരപ്പട മുഴുവൻ ലങ്കയ്ക്കുള്ളിലേക്ക് ഇരച്ചു കയറി. ആ പട്ടണത്തെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് അംഗരക്ഷകര്, ആ പട്ടണത്തെ രക്ഷിക്കുന്ന സൈനികർ അവിടെ നിൽപ്പുണ്ട്. പുരപാലകന്മാരെയും കൊന്ന് ആ പട്ടണത്തിലെ രക്ഷികളെ മുഴുവൻ തകർത്ത് കൊന്ന് സംഹരിച്ച് മർക്കടവീരന്മാര് അതിനകത്തേക്ക് കടന്നു കയറി ആനകളെയും രഥങ്ങളെയും എല്ലാം പൊടിച്ച് കൊന്ന്, കുതിരകളെയെല്ലാം കൊന്ന്, ഇങ്ങനെ രാവണന്റെ ഹോമസ്ഥലം അന്വേഷിച്ച് പോവാണ്. കണ്ടുപിടിച്ചു. സരമ തന്റെ കരസജ്ഞ കൊണ്ട് കാണിച്ചു കൊടുത്തു. അതാണ് വ്യാജാൽ സരമ നിജ കരസജ്ഞയാ സൂചിച്ചിതു ദശഗ്രീവ ഹോമസ്ഥലം. അങ്ങനെ സരമ എവിടെ ഇരുന്നാണ് രാവണൻ ഹോമം ചെയ്യുന്നത് എന്ന് ഇങ്ങനെ പറഞ്ഞില്ല, കൈകൊണ്ടുള്ള ആംഗ്യത്താൽ കാണിച്ചു കൊടുത്തു. വാനരങ്ങൾ അങ്ങോട്ട് പറന്നു കയറി, ഓടി കയറി. അപ്പോൾ അവർ കണ്ടു, കണ്ണുമടച്ചുടൻ ധ്യാനിച്ചിരിക്കുമ്പോൾ പുണ്യജനാധിപനെ കണ്ടു വാനരർ താടിച്ച് ഭൃത്യജനങ്ങളെ പീഡിച്ചു കൊൽകയും സംഭാര സഞ്ചയം കുണ്ടത്തിലൊക്കെ ഒരിക്കലേ ഹോമിച്ച് അങ്ങനെ അങ്ങോട്ട് തകർക്കാൻ തുടങ്ങി. ആ ഹോമസ്ഥലം രക്ഷിക്കാൻ വേണ്ടിയിട്ട് ധാരാളം രക്ഷികളെ നിർത്തിയിട്ടുണ്ട്, വീരന്മാരായിരിക്കുന്ന രാക്ഷസന്മാരെ. അവരെ മുഴുവൻ ഇവരെ അടിച്ചു തകർത്തു. എന്നിട്ട് അതിനുള്ളിലേക്ക് കടന്നു. ഈ രാക്ഷസന്മാരുടെ നിലവിളി ശബ്ദം കൊണ്ട് അന്തരീക്ഷം മുഴുവൻ മുഖരിതമായി. രാവണനെ അങ്ങോട്ട് ഇടിക്കാനും ചവിട്ടാനും തുടങ്ങി. പക്ഷെ രാവണന് ഒരു അനക്കവും ഇല്ല, അത്ര ഏകാഗ്രതയിലിരിക്കുകയാണ്. രാവണന്റെ ഹോമത്തിന് ഒരു വിഘ്നവും വരുന്നില്ല. ഹോമം ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ള പദാർത്ഥങ്ങൾ, പൂജാദ്രവ്യങ്ങളെല്ലാം രാവണൻ അവിടെ സംഭരിച്ചു വെച്ചിട്ടുണ്ട്. അതെല്ലാം കൂടി എടുത്ത് അവര് ഒരൊറ്റ ഹോമമായിട്ട് അങ്ങ് അഗ്നിയിലോട്ട് അങ്ങ് തട്ടി. മന്ത്രം ജപിച്ചൊന്ന് അതിന്റെ ക്രമം അനുസരിച്ചാണല്ലോ ഹോമം ചെയ്യേണ്ടത്. ഇതെല്ലാം കൂടി വാനരങ്ങൾ തന്നെ അങ്ങോട്ട് ഒരൊറ്റ ഹോമമായിട്ട് അങ്ങ് ചെയ്തു. എന്നിട്ടും ധ്യാനത്തിനേതും ഇളക്കമുണ്ടായില്ല. രാവണന്റെ ആ ധ്യാനസ്ഥിതിക്ക് യാതൊരു ചലനവും ഉണ്ടായില്ല. ഏകാഗ്രതയെ ഭഞ്ജിക്കാൻ അവർക്ക് സാധിക്കുന്നില്ല. അപ്പോഴേക്കും വാനരങ്ങൾ അവിടെ അടുത്ത് ആ ഹോമവേദിക്ക് സമീപമായിട്ട് നിന്നിരുന്ന മണ്ഡോദരിയുടെ നേരെ തിരിഞ്ഞു. മണ്ഡോദരിയെ ഭയപ്പെടുത്തി. മണ്ഡോദരി നിലവിളിച്ചു, വാനരന്മാരുടെ തല്ലുകൊണ്ടിടുവാൻ ഞാനെന്ത് ദുഷ്കൃതം ചെയ്തത് ദൈവമേ. മണ്ഡോദരി നിലവിളിക്കാൻ, ഈ വാനരന്മാരെന്നെ തല്ലുന്നു, അതിന് ഞാനെന്ത് മഹാപാപമാണ് ചെയ്തത്. ഇങ്ങനെ മണ്ഡോദരി ഉറക്ക നിലവിളിക്കുമ്പോഴേക്കും അപ്പോൾ രാവണന്റെ ഏകാഗ്രത നഷ്ടപ്പെട്ടു. ഭാര്യാവിലാപങ്ങൾ കേട്ട് ദശാനനൻ ധൈര്യമകന്ന് തൻ വാളുമായി സത്വരം അംഗദൻ തന്നോടടുത്താൻ.
ഭാര്യയുടെ നിലവിളി കേട്ടപ്പോഴേക്കും ഏകാഗ്രത തീർന്നു. കോപത്തോടു കൂടിയിട്ട് രാവണൻ ചാടി എണീറ്റു. എന്നിട്ട് വാളും എടുത്തിട്ട് അങ്കദന്റെ നേരെ പാഞ്ഞു ചെല്ലുകയാണ്. ആ അവസരത്തിൽ വാനരങ്ങൾ എന്ത് ചെയ്തു? അവരെല്ലാവരും ആ ലങ്കാപുരത്തിനുള്ളിൽ നിന്നിട്ട് ഒരൊറ്റച്ചാട്ടം നേരെ പടക്കളത്തിലേക്ക് ശ്രീരാമചന്ദ്രന്റെ മുന്നിൽ വന്ന് കൈതൊഴുതിയിടിനാർ. അവർ തൊഴുതു. രാവണന് ഇവരെ ആരെയും കിട്ടിയില്ല. അപ്പോഴേക്കും രാവണന് ബോധ്യമായി ഇനി രാമനോട് യുദ്ധം. ആ യുദ്ധത്തിൻ്റെ പരിണാമവും എന്തായിരിക്കും എന്നൊക്കെ രാവണൻ അറിയാം. അപ്പോൾ വ്യക്തമായി അറിയാം.